മനാഫ് ഇപ്പോൾ എന്താണ് ഈ തീരുമാനം? ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുക? നമ്മൾ ഒരു ദൗത്യത്തിന്റെ അവസാന മുഖത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് അർജുനെയാണ്. അർജുൻ എവിടെയെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. മനാഫ് ഇപ്പോൾ വലിയ വിഷമത്തിൽ ഇവിടെ കാണുന്നു. അതുപോലെ തന്നെ മാൽപ്പെ ആ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ യഥാർത്ഥ കാരണം എന്തെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അല്ല, ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടത്തോട് കൂടിയിട്ട് അവസാനിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ പൊരുതും, ഇനിയും പൊരുതും. എത്ര പ്രാവശ്യത്തെ മാതിരി സ്റ്റോപ്പായതാ, ഇനിയും പൊരുതും. അതല്ല, എന്താണ് ഇത് മനാഫ് കൃത്യമായ ഒരു കാരണം നമുക്ക് ഇപ്പോഴും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടെ. നമുക്ക് അർജുൻ എവിടെയാണെന്ന് അറിയേണ്ടതാണ്. ഈ കുട്ടികൾക്കൊക്കെ ഓരോ ഫാമിലി ഉള്ളതല്ലേ, അപ്പം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നിസ്സായരല്ലേ. ഭീഷണിപ്പെടുത്തി SP ഇനി ഇറങ്ങാൻ പാടില്ല. ഇനി ഇറങ്ങിയ ഓരോ കാര്യമൊക്കെ പോകും. കാരണം പുതിയ പുതിയ വാഹനങ്ങൾ കണ്ടെത്തുകയാണ്. ഈ കണ്ടെത്തുന്നത് ഇവര് മിണ്ടാതെ നിൽക്കണില്ല. അതെ, ഓർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം ഈ കണ്ടെത്തിയത്. എന്നിട്ട് ഒരു പുറത്ത് പറയണോ വേണ്ടെന്ന് ഒരു തീരുമാനിക്കൂ. അതൊക്കെ നടക്കുന്ന കേസല്ലല്ലോ. മാൽപ്പെ ആ തീരുമാനമായി മുന്നോട്ട് പോകുന്നതാണ് മനാഫിനെ അറിയിച്ചിട്ടുള്ളത്. അല്ല, പോവാണെന്നുള്ളതാണ്. അർജുന്റെ അമ്മ വിഷമത്തിലാണ്. പിന്നെ എന്തായാലും തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. അല്പസമയം അർജുന്റെ അമ്മയുമായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവരും പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കി കഴിഞ്ഞാൽ മാൽപ്പയുടെ ആവശ്യം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇത്രയും ഓരോ ടീമിൽ എല്ലാവരും ഡൈവ് ചെയ്യുന്നുണ്ടായിട്ടും ഇനി ഡൈവിങ്ങിന്റെ മുകളിൽ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് വരണ്ടാച്ചിട്ട് പുള്ളിക്കാരൻ ഒറ്റക്കാണ് ഡൈവ് ചെയ്തിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ പുറമെ നിന്ന് സഹായിച്ചതാണ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഒരു ബൈക്ക് കണ്ടെത്തിയിട്ട് നമ്മള് കരക്ക് കയറ്റാൻ പ്രയാസപ്പെട്ടതൊക്കെ. അപ്പൊ അതിങ്ങനെ നിരന്തരം ഉള്ളതാണ്. ഇത് എന്തായാലും എന്താണ് 100% ദുരൂഹത ഉള്ളതാണ് ഈ കേസ് മൊത്തം. അർജന്റ് ലോറിക്ക് അരികിലെത്താൻ ഒരു സമയമായി എന്ന് തന്നെ മനാഫ് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ദൗത്യത്തെ ബാധിക്കില്ല. അല്ല, ദൗത്യം എങ്ങനെ പോകുന്നുള്ളത് നോക്കി കണ്ട് അറിയേണ്ടി വരും. എന്റെ പ്രതീക്ഷകൾ എന്തായാലും പോയിക്കിന്. എന്താണ്? വണ്ടി കിട്ടലുണ്ടാവില്ല. ഇത് ഒരു സ്ക്രിപ്റ്റഡ് നാടക. നാടകത്തിൽ നമ്മൾ വെറുതെ നിന്നെടുക്കൂല. എന്തായാലും കരക്ക് നിന്ന് കാഴ്ച കാണും. ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള തെരച്ചിൽ ഇപ്പോൾ ഫലപ്രദമല്ല എന്ന സൂചനയിലേക്കാണോ? അല്ല, അങ്ങനെയല്ല. ഡ്രഡ്ജറൊക്കെ ആവശ്യമാണ്. ആവശ്യം ഇല്ല എന്നൊന്നും ഒരിക്കലും എവിടെയും പറയൂല കേട്ടോ. ഡ്രഡ്ജർ അത്യാവശ്യം തന്നെയാണ്. ഡ്രഡ്ജർ ആവശ്യമില്ല എന്നല്ല. ഈ ആളെ ഒഴിവാക്കണത്, ഇയാൾ ഇതിന്റെ മെയിൻ ഭാഗാ. ഇയാളെ കൈക്ക് വല്ല ഭാഗ്യമുണ്ട്. വേമ്പേം കിട്ടുന്നുണ്ട് സാധനങ്ങളൊക്കെ. അപ്പൊ എന്താ ഞാൻ നോക്കി നോക്കാം, അയാൾ വരികയും നോക്കാം. രേണുക, അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഈ പൊടിയുടെ അടിത്തട്ടിൽ നിന്നും ഇങ്ങനെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഒരു സ്കൂട്ടർ ഉൾപ്പെടെ ഈശ്വർ മാൽപ്പെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് തലവേദന ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് മനസ്സിലാക്കുന്നു. ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം, കൂടുതൽ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. 11 പേർ ഈ അപകടത്തിൽപ്പെട്ടെന്നും അതിൽ 8 പേർ മരണപ്പെട്ടുമെന്ന മാത്രമുള്ള സ്ഥിരീകരണമാണ്. ഈ സ്കൂട്ടി ഇന്ന് ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പെ പുറത്തെടുത്ത ആ സ്കൂട്ടി ആരുടേതാണ്, ഒപ്പം ഈ ടാങ്കർ അപകടത്തിൽ ആർക്കൊക്കെ ജീവൻ പോയി അല്ലെങ്കിൽ അപകടം സംഭവിച്ചു എന്നൊക്കെ ഒരു വിവരവുമില്ല. ഈശ്വർ മാൽപ്പെ തന്റെ തീരുമാനമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി അദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറുന്നതാണ്. അദ്ദേഹം തിരിച്ച് മടങ്ങുന്നത് തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാരികമായ പല രംഗങ്ങൾ ഗംഗാവലി അതുപോലെ തന്നെ ഈ ശിരൂരും സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ സാക്ഷികളാവുന്നത് മാൽപ്പയുടെ വിടവാങ്ങലാണ്. ഇവിടെ നിന്നുള്ള തന്റെ രക്ഷാ ദൗത്യത്തിൽ നിന്നും പിന്മാറി താൻ അപമാനിതനായി ഇവിടെ നിന്നും തിരിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും വലിയ അവഗണന അദ്ദേഹത്തിന് നേരിടുന്നുണ്ടായിരുന്നു. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരുപക്ഷെ 6 മണിക്കൊക്കെ ഇവിടെ എത്തി ഈ തെരച്ചിലിന് മുന്നോട്ടിറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തെ അനുമതി നൽകാതെ 10 മണിവരെയൊക്കെ അയാൾ കാത്തിരിക്കുന്നതും ഒരു ഘട്ടത്തിൽ കാർവാർ MLA സതീഷ് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് അനുമതി നൽകിയത്. സ്വന്തം അനുമതിയിൽ അങ്ങനെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ താൻ
അപമാനിതനാകുന്നു. കൂടുതൽ വാഹനങ്ങൾ ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഇത്തരത്തിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും മാറ്റി നിർത്തേണ്ടത് ഈ ഭരണകൂടത്തിന്റെ ആവശ്യമാണെന്ന തരത്തിലാണ് ഇപ്പോൾ മാൽപ്പ അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ശ്രമത്തിലേക്ക് നടക്കുമ്പോഴാണ് അതിൽ പങ്കാളിയായ പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇവിടെ നിന്നും ഇത്തരത്തിൽ തിരിച്ചു പോകുന്നത്. വളരെ വിഷമത്തോടുകൂടി തിരിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ യൂട്യൂബ് പേജ് നോക്കിയാൽ തന്നെ കാണാം. ആ വിഷമവും അദ്ദേഹം അവിടെ നിന്നും യാത്രയിരിക്കുന്നതും ഒക്കെ അവിടെ നിന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് വഴിവെക്കൽ വളരെ ദൂരം ഒരു സ്ഥലത്ത് പോയാണ് നമ്മൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തിയത്. അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും അത് വളരെ വിഷമത്തോടുകൂടിയായിരുന്നു. ലോറി ഉടമ മനാഫും അദ്ദേഹത്തിനെ കാണാൻ പിന്തുണപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം തൽക്കാലം താൻ വീട്ടിലേക്ക് പോകുന്നു. ഇനി ജില്ലാ ഭരണകൂടം തിരിച്ച് അദ്ദേഹത്തെ ഇത്തരത്തിൽ വിളിക്കുകയാണെങ്കിൽ തിരിച്ചു വരുമോ എന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹം ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിലേറ്റവും പ്രധാനം സ്വന്തം മറ്റു ചെലവുകൾ, അതായത് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മറ്റോ ഒന്നും അദ്ദേഹത്തിന് ചെലവുകളൊന്നും കൊടുത്തിരുന്നില്ല. സ്വന്തം ചെലവിലായിരുന്നു അദ്ദേഹം ഇവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിന് എത്തിയതും ആ മനുഷ്യനെ അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇവിടെ നിന്നും തിരിച്ചയക്കുന്നത്. ഒരുപാട് ഇത്തരത്തിൽ ദുരന്തമുഖത്ത് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് അദ്ദേഹം. ആ രീതിയിൽ അദ്ദേഹത്തിന് നേരത്തെയൊക്കെ നമ്മൾ ആ വാർത്തകളൊക്കെ നൽകിയതാണ്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, അർജുന്റെ കുടുംബം ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചത് ഈശ്വർ മാൽപ്പയിലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന തെരച്ചിലിലാണ് നിർണായകമായ വാഹനത്തിന്റെ നിർണായകമായ ചില ഭാഗങ്ങൾ കണ്ടെത്തുകയും അത് കൂടുതൽ പ്രതീക്ഷ നൽകുകയും ചെയ്തത്. അർജുന്റെ അമ്മയ്ക്കും ഒപ്പം ലോകേഷിന്റെ വീട്ടുകാർക്കും നൽകിയ ഉറപ്പ് പാലിക്കാനായാണ് ഈശ്വർ മാൽപ്പെ വീണ്ടും തെരച്ചിലിൽ ഏർപ്പെട്ടത്. അദ്ദേഹം യാതൊരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ വരുമാനമുണ്ടാക്കാനോ അങ്ങനെയുള്ള ഒരു മാർഗവുമായിട്ടല്ല, സന്നദ്ധ സേവനം എന്ന നിലയിൽ മാത്രമാണ് ഈശ്വർ മാൽപ്പെ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായത്. അർജുന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പ്രകാരമാണ് മാൽപ്പെ അവിടെ എത്തിയത്. അർജുന്റെ കുടുംബത്തിന് ഏറ്റവും വിശ്വാസമുള്ളത് മാൽപ്പയാണ്. ഈ മടങ്ങിപ്പോക്ക് ഈശ്വർ മാൽപ്പെ അർജുന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. അർജുന്റെ അമ്മയുമായി സംസാരിച്ചിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് ഒരു ലെറ്റർ കൊടുത്താ, നിങ്ങൾ എപ്പോ വേണ തുടങ്ങാൻ ലെറ്റർ കൊടുത്താ തിരിച്ചു വരും. ഇൻഡിപെൻഡന്റ് വേണം, ഇല്ലെങ്കിൽ മേലെ കീഴെ പോകുന്ന അവർ പറയരുത്. നമുക്ക് ലെറ്റർ കൊടുത്താൽ മതി. അവർ കണ്ടിപ്പാ ലെറ്റർ കൊടുക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കൊടുക്കും. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ എപ്പോ വേണം ഇറങ്ങ്, എപ്പോ വേണം തിരക്കിൽ പെടാന്ന്. പിന്നെ കീഴെ പോയിട്ട് മേലെ കീഴെ നമുക്ക് അഗ്രിമെന്റ് പണില്ല, പൈസ കീഴിലെ ഒന്നില്ല, ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട്. നമ്മള് ഇല്ല, ഇപ്പൊ ഞങ്ങള് പോകും. ഇപ്പൊ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് പറയാം കുളന്നേക്ക് സുഖമല്ലേ. പിന്നെ ലെറ്റർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ലെറ്റർ വേണം. കണ്ടിപ്പാ ഒരു ലെറ്റർ കൊടുക്കട്ടെ. നിങ്ങൾ എപ്പോ വേണം തിരക്കിൽ പണ്ടാൽ ഞങ്ങൾ തിരിച്ചു വരും. കണ്ടിപ്പാ ഈശ്വർ മാൽപ്പെ മടങ്ങുന്നു. ഈശ്വർ മാൽപ്പെ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് മടങ്ങുന്നത്. സ്വതന്ത്രമായി തെരച്ചിലിന് സാധ്യമാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. ആ നിലയിൽ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് ഇപ്പോൾ മടങ്ങിപ്പോകാനുള്ള തീരുമാനം മാൽപ്പെ എടുക്കുന്നത്. ಹೈಕಮಾಂಡ್ ಇದು ನೆನಪಿನ ಮಾತಾಡ್ತಿಲ್ಲ. ಎಸ್ ಬಿ ಹೈಕಮಾಂಡ್ ಈ ನೆನಪಿನ ಮಲ್ಪಿದ್ದೀರಿ. ಈ ಕ್ಯಾಮಂಡ್ ನೆನಪಿನ ಬಿಡ್ತೀರಿ. ನೆನಪಿನ ಯಾರು ದೊಡ್ಡದೆಲ್ಲ ಬಂದೈತೆ ಫ್ರೀ ಮಲ್ಪಿರ ಹೋದಿನಿ. ಆರು ಬಂದು ಈ ಮಲ್ಲ ಹೀರೋ ಬಿಡ್ತಿ ಇಷ್ಟೇ ನಿಮಿತ್ರ ಪೋಲಾಂಡೆ ಹೈಕಮಾಂಡ್